ഏറെ പ്രതീക്ഷകളോടെ നടപ്പാക്കിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തിയില്ലാതെ മുഖ്യമന്ത്രി. എല്ലാ KAS ഉദ്യോഗസ്ഥരും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുത്താനുള്ളവർ തിരുത്തണം. പഴയ ശീലങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്ന പദവിയാകരുത് KAS എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. VV വിനോദ് ചേരുന്നു. വിനോദ്, മുഖ്യമന്ത്രിയുടെ വിമർശനം എങ്ങനെയാണ്? ശൈത്ത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ പ്രസംഗമുണ്ടായിരുന്നു. അതിൽ പിണറായി വിജയൻ സംസാരിച്ചതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും അദ്ദേഹം ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ ചുവപ്പ് നാടയുടെ ഒരു പ്രശ്നമാണ്. ചുവപ്പ് നാട എല്ലാ കാലത്തും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പഴയ കാലത്തിൽ നിന്ന് വലിയ വ്യത്യാസം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ തന്നെയും KAS അത് സംസ്ഥാനം തന്നെ കൊണ്ടുവന്ന പുതിയ പദ്ധതിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന നിലയിൽ IASന് തത്തുല്യമായി തന്നെ രണ്ടാം നിര ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് കൊണ്ടുവന്ന പദ്ധതിയാണ്. അത് കൊണ്ടുവന്നത് ഭരണപരമായ നേട്ടമായി മാറി. എന്നാൽ എല്ലാ ഉദ്യോഗസ്ഥരും പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നില്ല എന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത്. മാത്രമല്ല, ഇതിൽ പ്രാധാന്യം ഉള്ളതും അല്ലെങ്കിൽ അങ്ങനെ പ്രാധാന്യമില്ലാത്തതുമായ വകുപ്പുകൾ എന്ന തരംതിരിവ് പാടില്ല. എല്ലാം ജനങ്ങൾക്ക് സേവനം നൽകുന്ന വകുപ്പുകൾ തന്നെയാണ്. അപ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വകുപ്പുകൾ ഉണ്ടെങ്കിൽ അതിന് വലിയ പ്രാധാന്യം നൽകി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ആദ്യത്തെ ബാച്ചാണ്. ആദ്യത്തെ ബാച്ചിന് അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകും. മാത്രമല്ല, ഈ KAS എന്ന സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന ഒരു പ്രഖ്യാപനം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അടുത്ത ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നും അടുത്ത ബാച്ചിൻ്റെ നിയമനം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായിരുന്നാലും KASന്റെ കാര്യത്തിൽ പൂർണ്ണമായി എല്ലാ ഉദ്യോഗസ്ഥരും ഒരുപോലെ പ്രവർത്തിക്കുന്നു എന്ന അഭിപ്രായം മുഖ്യമന്ത്രിക്കില്ല. മാത്രമല്ല, പൊതുജനങ്ങളുടെ പണം എടുത്ത് നടപ്പാക്കുന്ന പദ്ധതികളാണ്. പലതും ഫലവത്താകാതെ പോകുന്നത് ഉദ്യോഗസ്ഥ ഉദാസീനത കൊണ്ടാണ്. അതുണ്ടാകരുത് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. സജിത്ത്, കേരളത്തിന്റെ സ്വന്തം സിവിൽ സർവീസ് എന്ന് അവകാശപ്പെട്ട കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വേണ്ട രീതിയിൽ ഫലപ്രദമാവുന്നില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ഉദ്യോഗസ്ഥരുടെ പ്രകടനം ആ തരത്തിലല്ല. മറ്റു പല സർവീസുകളിൽ നിന്നും ഉള്ളവരാണ് KASലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടത്. അവരൊന്നും പ്രതീക്ഷിച്ച രീതിയിലേക്ക് വരുന്നില്ല എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്.